ഹലോ, ഫോട്ടോഗ്രാഫി മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ വിൻഡോസ് 10 കമ്പ്യൂട്ടറിൽ എങ്ങനെ കണക്ട് ചെയ്യാം, നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും കമ്പ്യൂട്ടറിൽ എങ്ങനെ കാണാം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിനായിട്ടുള്ള ഒരു പുതിയ ആപ്ലിക്കേഷനാണ് യുവർ ഫോൺ കമ്പാനിയൻ. നിങ്ങളുടെ വിൻഡോസ് കമ്പ്യൂട്ടറിലും അതുപോലെ ആൻഡ്രോയിഡ് ഫോണിലും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വരുന്ന കോൾ ഡീറ്റെയിൽസ്, SMS, അതേപോലെ മറ്റ് നോട്ടിഫിക്കേഷൻസ്, നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് എല്ലാം തന്നെ നിങ്ങളുടെ വിൻഡോസ് കമ്പ്യൂട്ടറിൽ കാണാൻ സാധിക്കും. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ വിൻഡോസ് 10 കമ്പ്യൂട്ടർ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്തതായിരിക്കണം. അതായത് 2019 ഒക്ടോബറിലെങ്കിലും അപ്ഡേറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്ത വിൻഡോസ് 10 കമ്പ്യൂട്ടർ ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വിൻഡോസ് 10 അപ് ടു ഡേറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്ത ഫോൺ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഫോൺ ആൻഡ്രോയിഡ് 9 അല്ലെങ്കിൽ അതിനുശേഷം ഇറങ്ങിയ ഏതെങ്കിലും ഒരു വേർഷൻ ഇൻസ്റ്റാൾ ചെയ്ത ഫോൺ ആയിരിക്കണം. അതിന് മുൻപുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുമായിട്ട് നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അവസാനമായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണും നിങ്ങളുടെ കമ്പ്യൂട്ടറും ഒരേ വൈഫൈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കണം. എങ്കിൽ മാത്രമേ യുവർ ഫോൺ കമ്പാനിയൻ എന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ വിൻഡോസ് 10 ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. യുവർ ഫോൺ കമ്പാനിയൻ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലാണ്. അതിനായിട്ട് ഗൂഗിളിൽ നിങ്ങൾ യുവർ ഫോൺ കമ്പാനിയൻ ലിങ്ക് ടു വിൻഡോസ് എന്ന് സെർച്ച് ചെയ്യുക. ഇതിൽ ആദ്യം വരുന്ന ലിങ്ക് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ്റെതാണ്. അതുകൊണ്ട് രണ്ടാമത് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വിൻഡോസിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങളോട് ഏതാണ് ഭാഷ എന്നാണ് ചോദിക്കുക. അതിന് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷാണ്. ഹിന്ദിയിൽ താല്പര്യമുള്ളവർക്ക് ഹിന്ദി ചൂസ് ചെയ്യാം. ഭാഷ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ഓപ്പണായി വരും. അതിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഫ്രീ എന്നെഴുതിയതിൻ്റെ താഴെ ഗെറ്റ് എന്ന് നീല ഐക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് ആണ് വരിക. അതിനകത്ത് ഓപ്പൺ മൈക്രോസോഫ്റ്റ് സ്റ്റോർ എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡ് എന്നൊരു മെസ്സേജ് വരും. സ്ക്രീനിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് വലതുവശത്ത് ലോഞ്ച് എന്നൊരു നീല ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ചെറിയ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ആ വിൻഡോയിൽ റൈറ്റ് സൈഡിൽ ആൻഡ്രോയിഡ്, ഐഫോൺ എന്നീ 2 ബട്ടൺസും അതിന് താഴെ കണ്ടിന്യൂ എന്ന് കാണാം. അപ്പോൾ ആൻഡ്രോയിഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഐ ഫിനിഷ്ഡ് ഇൻസ്റ്റാളിംഗ് യുവർ ഫോൺ കമ്പാനിയൻ എന്ന ടിക്ക് മാർക്ക് അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ QR കോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി ഈ കമ്പ്യൂട്ടറിലുള്ള നമ്മുടെ പരിപാടി പകുതി അവസാനിച്ചു. ഇനി നമുക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് തിരിച്ച് കമ്പ്യൂട്ടറിലേക്ക് വരേണ്ടത്. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണിൻ്റെ പ്ലേ സ്റ്റോറിൽ യുവർ ഫോൺ കമ്പാനിയൻ ലിങ്ക് ടു വിൻഡോസ് എന്ന് സെർച്ച് ചെയ്യുക. ഇതിൽ നിന്നും വരുന്ന സെർച്ച് റിസൾട്ടിൽ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷന്റെ യുവർ ഫോൺ കമ്പാനിയൻ ലിങ്ക് ടു വിൻഡോസ് എന്ന ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പണായി വരുന്ന വിൻഡോയിൽ ഇൻസ്റ്റാൾ എന്ന ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ ബോട്ടം കോർണറിൽ നിങ്ങൾക്ക് ഓപ്പൺ എന്നൊരു ചെറിയൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നതോടുകൂടി നിങ്ങൾക്ക് വരുന്ന വിൻഡോയിൽ സൈൻ ഇൻ വിത്ത് മൈക്രോസോഫ്റ്റ് എന്നൊരു നീല ബട്ടൺ കാണാം. അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഈസ് ദർ എ QR കോഡ് ഓൺ യുവർ PC എന്നൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുള്ള ചോദ്യം കാണാം. ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്ന ആ QR കോഡിൻ്റെ ആ ഒരു ലൈനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതായത് ഈസ് ദർ എ QR കോഡ് ഓൺ യുവർ PC എന്ന് എഴുതിയിരിക്കുന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങളോട് ഒരു പെർമിഷൻ ആണ് അത് ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിക്കാനുള്ള ഒരു പെർമിഷൻ ഈ ആപ്ലിക്കേഷന് നിങ്ങൾ അനുവദിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ പോപ്പപ്പ് ചെയ്തിരുന്ന പെർമിഷൻ വിൻഡോയിൽ അലോ എന്ന് കൊടുക്കുക. ഉടനെ തന്നെ നിങ്ങളുടെ ക്യാമറ ഓണായി വരും. ഇത് ഓണായി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്ന QR കോഡിൻ്റെ നേരെ, നമ്മൾ വാട്സപ്പ് വെബൊക്കെ ഉപയോഗിക്കുന്നത് പോലെ അതിൻ്റെ നേരെ സ്ക്രീനിൽ ആ QR കോഡിൻ്റെ നേരെ ഈ ക്യാമറ പിടിച്ചു കൊടുക്കുക. അതോടുകൂടി നിങ്ങളുടെ ഫോണും നിങ്ങളുടെ കമ്പ്യൂട്ടറും തമ്മിൽ കണക്റ്റഡ് ആയി. ഇതിനുശേഷം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ നിരവധി പെർമിഷൻസ് ഇതിന് കൊടുക്കേണ്ടതുണ്ട്. പോപ്പപ്പ് ചെയ്തു വരുന്ന എല്ലാ പെർമിഷൻ മെസ്സേജസിലും അലോ കൊടുക്കുക. അവസാനമായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ എന്നെഴുതിയിരിക്കുന്ന ഒരു സ്ക്രീനാണ് വരിക. അവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്താലും ഇത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നതിന് പെർമിഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് പെർമിഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ സമയത്തും ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. വീണ്ടും നിങ്ങളോട് ചോദിക്കുകയാണ് ഈ മൊബൈൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് പെർമിഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിൽ വീണ്ടും അലോ എന്ന് നിങ്ങൾ കൊടുക്കണം. അതിനുശേഷം വരുന്ന വിൻഡോയിൽ ഡൺ എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നമ്മുടെ ഫോണിലുള്ള ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. നിങ്ങളുടെ ഫോണും കമ്പ്യൂട്ടറും തമ്മിൽ കണക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ കമ്പാനിയൻ
എന്ന ആപ്ലിക്കേഷനിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഒരു സ്ക്രീൻ പോപ്പപ്പ് ചെയ്ത് വരും. ഈ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വരിക. അതിനകത്ത് നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ, യുവർ ഫോൺ കമ്പാനിയൻ എന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ടാസ്ക് ബാറിൽ പിൻ ചെയ്ത് വയ്ക്കണോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പിൻ ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ യെസ് എന്നടിക്കാം, അല്ലെങ്കിൽ നോ അടിക്കാം. ഇത്രയാവുമ്പോഴത്തേനും നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങളുടെ മെസ്സേജുകളും നോട്ടിഫിക്കേഷൻസും നിങ്ങളുടെ ഈ യുവർ ഫോൺ കമ്പാനിയൻ എന്ന ആപ്ലിക്കേഷനിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും. നോട്ടിഫിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊരു നീല ബട്ടൺ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ സെറ്റിംഗ്സ് ഓൺ ഫോൺ എന്നത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ പെർമിഷൻസിന്റെ ഒരു വിൻഡോ പോപ്പപ്പായി വരും. അതിനകത്ത് യുവർ ഫോൺ കമ്പാനിയൻ എന്ന ഒരു ആപ്ലിക്കേഷൻ കാണും. താഴെയായിട്ടാണ് ഇതുണ്ടാവുക. അതിനകത്ത് അതിൻ്റെ പെർമിഷൻ നോർമലി ഓഫായിട്ട്, നോട്ടിഫിക്കേഷൻ കാണിക്കാനുള്ള ഒരു പെർമിഷൻ ഓഫിലാണ് കിടക്കുക. അത് നിങ്ങൾ റൈറ്റിലോട്ട് സ്ലൈഡ് ചെയ്തിട്ട് ഓൺ ചെയ്യുക. അത് ഓൺ ചെയ്യുന്ന മുറക്ക് തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ ഫോൺ കമ്പാനിയൻ എന്ന ഈ ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങും. യുവർ ഫോൺ കമ്പാനിയൻ എന്ന ഈ ഒരു ആപ്ലിക്കേഷനിൽ 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഒന്ന് നോട്ടിഫിക്കേഷൻസ് കാണാം, മറ്റൊന്ന് മെസ്സേജസ് കാണാം, മറ്റൊന്ന് ഫോട്ടോസ് കാണാം. 4ാമത്തെ ഓപ്ഷനായ കോൾസ് എൻ്റെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നില്ല. ഒരു പക്ഷേ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തേക്കാം. ഇതിൻ്റെ സെറ്റിംഗ്സിൽ പോവുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. മെസ്സേജസിൻ്റെയും നോട്ടിഫിക്കേഷൻസിൻ്റെയും കോൾസിൻ്റെയും എല്ലാം തന്നെ നിരവധി ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ഇതെല്ലാം പതുക്കെ പോയി ഓരോ കാര്യങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഓൺ ചെയ്ത് വയ്ക്കുക, ആവശ്യമില്ലാത്തത് ഓഫ് ചെയ്ത് വയ്ക്കുക. ഈ ആപ്ലിക്കേഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള പാനലിൽ ടോപ്പിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ഇതിനകത്ത് ചാർജർ പ്ലഗ് ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ മെസ്സേജസ് എന്നുള്ള സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള ഏതൊക്കെ ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കാണിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് ഓണും ഓഫും ചെയ്യാൻ പറ്റും. എത്ര ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ നിങ്ങളുടെ ഈ ഫോൺ കമ്പാനിയൻ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരും. അതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് മാത്രം ഓൺ ചെയ്ത് വയ്ക്കുക, മറ്റുള്ളവ ഓഫ് ചെയ്തേക്കുക. കാരണം ഒത്തിരി ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൽ നിന്നും ഇൻറ്ററപ്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ള ആപ്ലിക്കേഷൻസ് മാത്രം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. യുവർ ഫോൺ കമ്പാനിയൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ വലതുവശത്ത് താഴെയായിട്ട് പോപ്പപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ യുവർ ഫോൺ കമ്പാനിയൻ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് പരീക്ഷിച്ച് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. പുതിയൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.